നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യേണ്ടത്. എത്തരത്തിൽ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിലൂടെ നിങ്ങളുടെ പ്രണയബന്ധം സക്സസ്സിലേക്ക് എത്തിക്കാം, അതായത് ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നിങ്ങളെ സഹായിക്കാം. ഇതിനെല്ലാമുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ധാരാളം സംശയങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു മെത്തേഡിന് വേണ്ടി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ശ്വാസം നിരീക്ഷിച്ചു. നമ്മുടെ പഴയ വീഡിയോകളിലെ പോലെ എന്നും കാണുന്നവർക്കറിയാം. ശ്വാസം നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ എത്തരത്തിലാണ് എഴുതേണ്ടത്? ബ്രേക്കപ്പ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ അവർ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിലൂടെ എഴുതാൻ പോകേണ്ടത് നിങ്ങളുടെ ബന്ധത്തിലെ ബ്രേക്കപ്പ് എല്ലാം മാറി, അതായത് റിലേഷൻഷിപ്പ് ഓക്കെ ആയി എന്ന മീനിങ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതായത് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ എഴുതുക: ഞങ്ങൾക്ക് വേഗത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചു, ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്, ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇപ്പോൾ വൺ സൈഡ് ലവേഴ്സിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചു, ആ വ്യക്തിയുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി, ഞങ്ങൾ ഒരുപാട് ചിരിച്ചു, ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയി എന്ന രീതിയിലുള്ള പാറ്റേണിലാണ് എഴുതേണ്ടത്. അത്തരത്തിൽ എഴുതുമ്പോൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും മനസ്സിലോ നിങ്ങളുടെ പേനയുടെ അറ്റത്തോ വരാൻ ഒരിക്കലും പാടില്ല. അത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ആദ്യം നമ്മൾ ശ്വാസമൊക്കെ നിരീക്ഷിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളിന്ന് വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് അധികം പ്രതിപാദിക്കാൻ പാടില്ല. ഇത് എഴുതാനുള്ള കാര്യമല്ല. ആ ഒരു പ്രശ്നം എന്താണെന്നുള്ള രീതിയിൽ എഴുതരുത്. ആ പ്രശ്നം മാറിയ രീതിയിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉള്ളതായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ആ ആർഗ്യുമെൻറ്റ്സ് വളരെ ഫേക്കായിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ പ്രണയവും വളരെ സത്യസന്ധമാണ് എന്ന രീതിയിലാണെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സ് ഒഴിവായ രീതി, അതായത് നിങ്ങൾ പറഞ്ഞതിനെ സോൾവ് ആക്കിയതുപോലെ എഴുതുക. ഇത് എഴുതുന്നതിന് മുമ്പേ മനസ്സിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണം. അതിന് ശേഷമാണ് എഴുതേണ്ടത്. അതെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും അറിയാൻ പാടില്ല. അതായത് നിങ്ങൾ അറിയിക്കരുത്. ഈ ഒരു മെത്തേഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പക്ഷേ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നതായിട്ട് അവരറിയരുത്. അവരറിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ നിന്ന് കിട്ടാനുള്ള റിസൾട്ടിൻ്റെ സാധ്യതയുള്ള തോട്ട്സുകൾ ഒഴിവായി നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഒരിക്കലും മനസ്സിനെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് കുഴപ്പിക്കരുത്. അതിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും മനസ്സ് എത്രമാത്രം നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നാലും ഒരിക്കലും നിങ്ങൾ ആ ഒരു തോട്ട്സിനെ നിങ്ങളുടേതായിട്ടുള്ള തോട്ട്സായിട്ട് എടുക്കരുത്. അതെടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മളങ്ങ് പോകും. അതുകൊണ്ടാണ് പല പല പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിരിക്കാനും കരയാനും സന്തോഷിക്കാനും വിഷമിക്കാനും എല്ലാം ഓരോ സാഹചര്യങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സന്തോഷവാനാണോ അല്ലെങ്കിൽ എല്ലാവരും വിഷമിക്കാതിരിക്കുകയാണോ എന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അത്തരത്തിലല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് ഈ ഒരു മെത്തേഡ് എല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ എത്തരത്തിലുള്ള ആളെയാണ് ഇഷ്ടപ്പെടുന്നത്?
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ നിരീക്ഷിക്കണം. അതായത് നിങ്ങൾ കണ്ടുമുട്ടിയ സമയം, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും നിങ്ങൾ അനലൈസ് ചെയ്യണം. അത്തരത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് എത്തരത്തിലാണ്, മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് ഉയർത്താൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുക. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ഈ മെത്തേഡെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സോ ആശയക്കുഴപ്പങ്ങളോ ഇല്ലാതെ തുടർന്നുള്ള മെത്തേഡ്സും മുമ്പ് ചെയ്തിട്ടുള്ള മെത്തേഡ്സും എല്ലാം നോക്കുക ഓരോ ആവശ്യങ്ങളനുസരിച്ച്. ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഭാഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മലയാളം അത്ര അറിയില്ല, ഇംഗ്ലീഷാണ് അറിയാവുന്നത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും വരാൻ പാടില്ല.